മകയിരം, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, ചിത്തിര, മൂലം, പൂരാടം, ഉത്രാടം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം 10-ാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ വെച്ച് തന്നെ ഏറ്റവും അധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ പല ആളുകളും ഇപ്പോൾ ജീവിതത്തെ ഒരു നൂൽപാലത്തിലൂടെ കൊണ്ടുപോകുന്ന അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അത്രയധികം ആശങ്കകളും അനിശ്ചിതത്വങ്ങളും നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ 10-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളിൽ പലതും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്തവയും എന്നാൽ അത്രയധികം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്നവയുമായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ മാസം 10-ാം തീയതി ബുധനാഴ്ച ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അതായത് ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്കും ഈ സെപ്റ്റംബർ 10-ാം തീയതി വളരെ വ്യത്യസ്തമായ ചില ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമാകുന്നത് വ്യാഴത്തിൻ്റെ സ്വാധീന ഫലമായാണ്. എന്നാൽ ഈ വ്യാഴം സ്വാധീനം ചെലുത്തുന്നതോടെ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും വരുവാൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം വ്യത്യസ്തമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഒന്നാമതായി ഈ സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെ ഗുണകരമായി വരുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഇരട്ടിയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൽപ്പെട്ട പല വ്യക്തികളും ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനം തന്നെ തല്ലിക്കെടുത്തുന്ന ചില പ്രശ്നങ്ങളും പല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ. മാത്രമല്ല ഇനി മുന്നോട്ടുള്ള ജീവിതം ഇങ്ങനെ പോയാൽ എന്താകുമെന്നുള്ള ആശങ്ക മിഥുനം രാശിക്കാരായിട്ടുള്ള ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളിലും ചെറുതായി ഒന്നുമല്ല ഉള്ളത്. എന്നാൽ വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് ഗുണകരമായി വരുന്ന ഈ ഒരു ദിവസം പല വിധത്തിലുള്ള നേട്ടങ്ങളുമായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായി ഒക്കെ മിഥുനം രാശിക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ചെറുതൊന്നുമല്ല. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കയ്യിലുള്ള പണം വെള്ളം പോലെ ഒഴുകിപ്പോകുന്നതല്ലാതെ ഒരു സമ്പാദ്യവും ഇതുവരെ സൂക്ഷിക്കുവാൻ പല വ്യക്തികൾക്കും കഴിഞ്ഞിട്ടില്ല. ഇനി മറ്റു ചിലർക്കാകട്ടെ ഒരു സമ്പാദ്യം ഉണ്ടാക്കുവാനുള്ള വരുമാന സ്രോതസ്സ് പോലും ഇതുവരെ ആയിട്ടില്ല. അതായത് ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിലെല്ലാം ഒരു പരാജയമാണ് നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത്. അത്തരത്തിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും സ്വന്തമായി ഒരു ജോലി നേടിയെടുക്കുവാൻ കഴിയാത്ത മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഒപ്പം തന്നെ ഇപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമം നടത്തിയിട്ട് അതിൻ്റെ ഒരു ഫലം അറിയുവാനായി കാത്തിരിക്കുന്നവർക്കും സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച ഏറ്റവും ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനും
നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. പൊതുവെ പറഞ്ഞാൽ ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം ഇരട്ടിയായി വരികയും അതിനാൽ തന്നെ നിങ്ങൾക്ക് മനസമാധാനം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകൾ മാത്രമല്ല, മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബത്തിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെല്ലാം പരിഹാരം കാണുവാനും കുടുംബത്തിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കുവാനും ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണമാകും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതി നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളവയായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു പുരോഗതി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അത് കണ്ടറിഞ്ഞ് മാത്രം ചിലവഴിക്കുക. അപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ കഴിയും. ഇനി അതുപോലെ തന്നെ മിഥുനം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ കൊണ്ട് അത് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ചില സാമ്പത്തിക വഴികൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. പക്ഷേ വ്യാഴം നിങ്ങൾക്ക് ഗുണകരമായി വരുന്നതോടെ സാമ്പത്തികമായ ചില വഴികൾ നിങ്ങൾക്ക് ഒരുങ്ങി വരികയും നിങ്ങളുടെ വീടിൻ്റെ പണി ഏറ്റവും വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ തന്നെ പൂർത്തീകരിച്ചെടുക്കുവാൻ നിങ്ങളാൽ കഴിയും. അതുമാത്രമല്ല, മറ്റ് പല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം ഈ സെപ്റ്റംബർ 10-ാം തീയതി വ്യാഴത്തിൻ്റെ സ്വാധീനം സിദ്ധിക്കുന്നതോടെ വന്നു ചേരും. ജീവിതത്തിലെ പല വിധത്തിലുള്ള നേട്ടങ്ങളോടുമൊപ്പം തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും മനസമാധാനവുമെല്ലാം നിങ്ങളിൽ അധികരിക്കുകയും കൂടുതൽ ഈശ്വര കടാക്ഷം നിങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത്. ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെ ഗുണകരമായി വരുന്നതോടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അനുഭവിച്ചറിയുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരിൽ പല വ്യക്തികളും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പുതിയതായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം തുടക്കം കുറിക്കുന്നതിന് നിങ്ങൾക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളും നേരിടുന്നുണ്ട്. മാത്രമല്ല, ജീവിതത്തിൽ നിങ്ങൾക്ക് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പലരും ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിൽ തന്നെ ജോലിയൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ജോലി നഷ്ടപ്പെട്ട് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചില കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന മനോവിഷമം മറ്റാരോടും പറഞ്ഞു മനസ്സിലാക്കുവാൻ പോലും കഴിയാത്ത വിധത്തിലാണ്. എന്നാൽ നിങ്ങളുടെ ദുഃഖങ്ങൾ ഭഗവാൻ കണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത്രയധികം അത്ഭുതകരമായ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും ഈ വ്യാഴത്തിൻ്റെ ഗുണകരമായ സ്വാധീന സമയം. ഇതിൽ ഒന്നാമതായി കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അതായത് വിവാഹ തടസ്സം വളരെയധികം നേരിടുകയും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹ കാര്യങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകാത്തതിനാലും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒറ്റപ്പെടുത്തലുകളും പരിഹാസവാക്കുകളും അനുഭവിക്കേണ്ടി വരുന്ന ചില വ്യക്തികൾ ഇതിലുണ്ട്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് ഗുണകരമായി വരുന്നതോടെ ഏറ്റവും മംഗളകരമായ രീതിയിൽ നിങ്ങളുടെ വിവാഹം നടക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ
ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. മാത്രമല്ല, ഈ ഒരു ദിവസം കന്യരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനും ഒപ്പം തന്നെ ചില കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനുമുള്ള അവസരവും ലഭിക്കുവാൻ പോകുന്നതായി കാണുന്നുണ്ട്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാത്തിരുന്ന ചില അവസരങ്ങൾ തന്നെയായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഉയർച്ചകൾ വന്നു ചേരുകയും നിങ്ങളുടെ വരുമാന മേഖലയ്ക്ക് തന്നെ ഒരു വർധനവുണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ കന്യരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും അതിലെല്ലാം വിജയം കൈവരിക്കുവാൻ കഴിയുകയും നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകതയായി വന്നു ചേരും. ഇനി ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് പിന്നോട്ട് നോക്കേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനി അതോടൊപ്പം തന്നെ ഈ സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച കന്യരാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള കുടുംബങ്ങളിൽ ചില സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ വീട്ടിലുള്ളവർ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച വ്യാഴത്തിൻ്റെ സ്വാധീനം ഗുണകരമായി വരുന്നതോടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തൊരു കാര്യം നേടിയെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ഏറ്റവും ധൈര്യപൂർവം നിങ്ങൾക്ക് ചെയ്യുവാൻ ഉത്തമമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് ഈ സെപ്റ്റംബർ 10-ാം തീയതി കണക്കാക്കപ്പെടുന്നത്. അതായത് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പരാജയം കാണേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഈ ഒരു ദിവസം നിങ്ങൾ വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ വിജയം കൈവരിക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെ നാളുകളായി വാഹനമോടിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴുമായി അതിൻ്റെ ടെസ്റ്റുകളിൽ പരാജയം കാണേണ്ടി വന്നിട്ടുള്ള ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികൾക്കൊക്കെ ഈ സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച വിജയം കൈവരിക്കുവാൻ കഴിയുമെന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ്. ഇത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വലിയ ഒരു ആഗ്രഹം തന്നെയാണ് ഇത്. അതിനാൽ ആത്മധൈര്യത്തോടെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കുവാനായി വീണ്ടും ഈ ഒരു ദിവസം പരിശ്രമിക്കാവുന്നതാണ്. ഇനി അതുകൂടാതെ തന്നെ ഈ ഒരു ദിവസം മറ്റുള്ള പരീക്ഷകളോ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും അതിൽ നിന്ന് ലഭിക്കുവാൻ പോകുന്ന ഫലം വിജയം തന്നെയായിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഇപ്പോഴുള്ള അവസ്ഥയെ തിരുത്തി കുറിക്കുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്നത്. ഇനി അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എടുക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഉയർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു ലാഭം കാണുവാൻ കഴിയാതിരുന്ന വ്യക്തികൾക്ക് പോലും ഈ ഒരു സമയം കഴിയുന്നതോടെ വലിയ തരത്തിലുള്ള നേട്ടങ്ങളായിരിക്കും കാണുവാൻ കഴിയുന്നത്. സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ചകളും മാത്രമല്ല, ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങളുടെ മാനസിക നിലയിലും ആരോഗ്യനിലയിലുമെല്ലാം തന്നെ പോസിറ്റീവായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. അതായത് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സന്തോഷവും സമാധാനവും മികച്ച ആരോഗ്യസ്ഥിതിയുമെല്ലാം തന്നെ ധനുരാശിക്കാരായിട്ടുള്ള 3 നക്ഷത്രക്കാർക്കും ഇതിലൂടെ കൈവരും. അപ്പോൾ
നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ തുടക്കങ്ങൾ കുറിക്കുവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച തുടക്കം കുറിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ വ്യാഴത്തിൻ്റെ സ്വാധീന ഫലമായി സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന പല മാറ്റങ്ങളും അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.